സുർജിത്ത് അയ്യപ്പത്താണുള്ളത്. സുർജിത്ത്, ഈ RRT സംഘത്തിന്റെ ഒരു മികവ് എടുത്തു പറയേണ്ടതല്ലേ? പ്രത്യേകിച്ച് ഈ മുമ്പുള്ള ദൗത്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. PT-7 ആയാലും PM-2 ആയാലും അരിക്കൊമ്പനായാലും അതൊരു പകൽ ഇരുട്ട് വീഴുന്നതിന് മുമ്പ് ആനയെ ലോറിയിലേക്ക് കയറ്റാൻ സാധിച്ചിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. മയക്കുവെടി കൊള്ളുമ്പോൾ തന്നെ ഏതാണ്ട് സന്ധ്യയായിരുന്നു. അതിനുശേഷവും ഈ ആൾക്കൂട്ടത്തെയും ഒക്കെ നിയന്ത്രിച്ച് കുറെ കൂടി കാര്യക്ഷമത അല്ലെങ്കിൽ കുറെ കൂടി മികവാർന്ന രീതിയിൽ ഈ ദൗത്യം പൂർത്തിയാക്കാൻ ആ സംഘത്തിന് സാധിക്കുന്നല്ലോ അല്ലേ? തീർച്ചയായും ഗോകുൽ, ഇവിടുത്തെ RRT സംഘത്തെ അഭിനന്ദിക്കാതെ വയ്യ. അവർക്ക് വിശ്രമരഹിതമായ ദിനരാത്രങ്ങളായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി ഉണ്ടായിരുന്നത്. പലപ്പോഴും കരടി, കടുവ, അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ. അതിനിടയിലാണ് പുലിയുടെ പ്രശ്നമുണ്ട്. ഇതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഈ ആനയുടെ ദൗത്യം കൂടി നടക്കുന്നത്. എന്തായാലും ഈ ആന അവശത പ്രകടിപ്പിക്കുന്ന പോലെ കാണുന്നുണ്ട്. ഒരുപക്ഷെ ഇത്ര നേരം ഈ പ്രശ്നം സൃഷ്ടിച്ചതിൻ്റെ എല്ലാം തന്നെ ഭാഗമായിരിക്കാം ഒരുപക്ഷെ അവശത കാണിക്കുന്ന പോലെ ദൃശ്യത്തിൽ പ്രകടമാകുന്നു. എന്തായാലും ഇതിനെ വേഗത്തിൽ തന്നെ ഇവിടെ നിന്നും കൊണ്ടുപോകാനുള്ള ശ്രമമാണ് ഇപ്പോൾ വനംവകുപ്പ് നടത്തുന്നത്. ഈ RRT സംഘത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ഒരു മികച്ച ടീമാണ് വയനാട് വനംവകുപ്പിന് കീഴിലുള്ള ഈ റാപ്പിഡ് റെസ്പോൺസ് ടീം. അവർ ഇടപെടാത്ത മേഖലകളില്ല. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള വന്യജീവി മനുഷ്യ സംഘർഷങ്ങൾ നടക്കുന്ന സാഹചര്യത്തിൽ അത്തരം ഇടങ്ങളിലേക്ക് വളരെ ധീരമായി തന്നെ ഇടപെടുന്ന ഒരു സംഘമാണിത്. ഒരു യുവാക്കളടങ്ങിയ ഒരു വൻ ഗ്രൂപ്പാണ് ഈ സംഘം. ഇവർ തന്നെയാണ് നേരത്തെ കഴിഞ്ഞ ജനുവരി മാസത്തിൽ, അതായത് കഴിഞ്ഞ വർഷം ജനുവരി മാസത്തിൽ PM-2 പന്തല്ലൂർ കാടുകളെ വിറപ്പിച്ച കൊമ്പനായിരുന്ന സുൽത്താൻ ബത്തേരി നഗരത്തിലെത്തുകയും അതിനെ പിടികൂടാനുള്ള ദൗത്യം നടപ്പാക്കിയത് ഈ സംഘമാണ്. ഇതിനുശേഷമാണ് PT-7 പാലക്കാട് വെച്ച് പിടികൂടിയത്. ഡോക്ടർ അരുൺ സഖറിയയുടെ നേതൃത്വത്തിലുള്ള ആ ഒരു ടീം, അദ്ദേഹത്തെ കൂടി ഓർക്കാതെ വയ്യ. അദ്ദേഹം ഈ മിഷൻ്റെ ഭാഗമായില്ലെങ്കിലും അദ്ദേഹത്തെ ഓർക്കാതെ വയ്യ. അദ്ദേഹം നടത്തിയ ആ ഒരു ദൗത്യം, അദ്ദേഹത്തിൻ്റെ ആ ടീമിന് കീഴിൽ അണിനിരന്ന ആളുകൾ തന്നെയാണ് ഇപ്പോഴും ഈ RRT സംഘമായി ഇവിടെ പ്രവർത്തിക്കുന്നത്. അരുൺ സഖറിയയുടെ നേതൃത്വത്തിൽ PT-7 പിടികൂടി. അതിനുശേഷം അരിക്കൊമ്പനെ പിടികൂടുന്ന ആ ഒരു മിഷൻ അത് നടപ്പാക്കിയതും ആ ടീം തന്നെയാണ്. ഇതിനുശേഷം ഇപ്പോൾ നിലവിൽ ഡോക്ടർ അജേഷ് മോഹൻദാസിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ ദൗത്യം നടപ്പാക്കിയത്. ആ വെറ്റിനറി ടീമിൽ ഉൾപ്പെട്ട ആളുകളാണ് ഈ വിഷ്ണു, ജിഷ്ണു തുടങ്ങിയ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ. അതിൽ വിഷ്ണുവാണ് ഉതിർത്തത്, ഈ മയക്കുവെടി ഉതിർത്തത്. അത് കൃത്യം 5:35 കൂടിയ മയക്കുവെടി ഉതിർത്തു. അത് കൃത്യമായ രീതിയിൽ തന്നെ ഈ ആനയുടെ പൃഷ്ഠഭാഗത്ത് കൊണ്ടു. അതിനുശേഷം ആന ചെറുതായി മയങ്ങാൻ തുടങ്ങി. ബൂസ്റ്റർ ഡോസ് കൂടി നൽകി. ബൂസ്റ്റർ ഡോസിൻ്റെ എല്ലാം തന്നെ അടിസ്ഥാനത്തിലാണ് ഈ ആനയെ വളരെ സുഗമമായ രീതിയിൽ തന്നെ ഈ കുങ്കിയാനകളുടെ സഹായത്തോടു കൂടി കയറ്റിയത്. എന്തായാലും ഈ കുങ്കിയാനകളില്ലെങ്കിൽ ഒരുപക്ഷെ ഈ ദൗത്യം ഒരിക്കലും പ്രായോഗികമാവുകയില്ല എന്നുള്ളതാണ്. നേരത്തെ PT-7 ഉണ്ടായിരുന്ന ആ ഒരു ഘട്ടത്തിലുള്ള ചില കൊമ്പന്മാർ ഈ കോന്നി സുരേന്ദ്രൻ്റെ നേതൃത്വത്തിലാണ് PT-7 കീഴടക്കിയത്. സമാനമായ രീതിയിൽ ഈ വിക്രമം പലയിടങ്ങളിലും, അതായത് പല ദൗത്യങ്ങളിലും, പ്രത്യേകിച്ച് ഈ PM-2ൻ്റെ ദൗത്യത്തിലെല്ലാം തന്നെ ഈ ആന വിക്രം എന്ന് പറയുന്ന കൊമ്പൻ ഉണ്ടായിരുന്നു. ഇവരെല്ലാം തന്നെ വളരെ ആരാധകരുള്ള ഒരു നാട്ടാനകൾ എങ്ങനെയാണ് അതുപോലെ തന്നെ ആരാധകരുള്ള കൊമ്പന്മാരാണ് ഈ കോന്നി സുരേന്ദ്രനും അതോടൊപ്പം തന്നെ ഈ വിക്രം ഉൾപ്പെടെയുള്ള കൊമ്പന്മാർ. എന്തായാലും അവർ ഇല്ലാതിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ദൗത്യം പൂർണ്ണമായും പരാജയപ്പെടുമായിരുന്നു. ആ ആനകളാണ് ഇതിനെ തള്ളി കരുത്തോടുകൂടി, അവരുടെ കരുത്തിനാലാണ് ഈ ആന ലോറിയിലേക്ക് കയറിയിട്ടുള്ളത്. എന്തായാലും പൂർണ്ണമായും ആന ലോറിയിലേക്ക് കയറി കഴിഞ്ഞു. വടം ഉപയോഗിച്ച് ബന്ധിപ്പിക്കുന്ന നടപടികൾ. ഇനി വേഗത്തിൽ തന്നെ ഇവിടെ നിന്നും ഈ വാഹനവും എടുത്ത് വേഗം പോകേണ്ടതുണ്ട്. അത് മുത്തങ്ങയിലേക്ക് കൊണ്ടുപോകും. മുത്തങ്ങയിലേക്ക് കൊണ്ടുപോയ ശേഷമാകും മറ്റ് നടപടിക്രമങ്ങൾ ഉണ്ടാവുക. അതായത് മുത്തങ്ങയിലേക്ക് കൊണ്ടുപോയി നേരെ ബന്ദിപ്പൂർ വനത്തിലേക്ക് വിടാനുള്ള ഒരു നീക്കമാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ദൗത്യത്തിലേക്കാണ് ഇവർ പോകാനുള്ള നീക്കമാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വളരെ ശ്രമകരമായ ദൗത്യം ഇപ്പോൾ 18-ാം മണിക്കൂറിലേക്ക് എത്തുന്നു. ഈ ആനയുടെ സാന്നിധ്യം ഉണ്ടായിട്ട് ദൗത്യം തുടങ്ങിയത് ഇന്ന് 3 മണിയോട് കൂടിയാണ്. 3 മണിക്ക് ശേഷം ഏതാണ്ട് 2.5 മണിക്കൂർ ആന പല ഘട്ടങ്ങളിലും മാറി മാറി കളിച്ചു. അതിനിടയിൽ അതിനെ വീണ്ടും വാഴത്തോട്ടത്തിലേക്ക് എത്തിച്ചു. ആദ്യത്തെ തവണ മയക്കുവെടി വെക്കാൻ ശ്രമിച്ചു, പക്ഷേ അത് പരാജയപ്പെട്ടു. വീണ്ടും രണ്ടാമത് മയക്കുവെടി വെച്ചു. അത് കൃത്യമായ രീതിയിൽ തന്നെ 5:35 തന്നെ അത് നടപ്പിലായി. അതിനുശേഷം ആ ദൗത്യത്തിന് ശേഷമാണ് അത് പിന്നീട് മയങ്ങുകയും പിന്നീട് ബൂസ്റ്റർ ഡോസ് നൽകുകയും ചെയ്തത്. ഇതിനുശേഷം ഈ സമയം വരെ ആകുന്നു ആനയെ കയറ്റുമ്പോൾ. ഏതാണ്ട് ഒരു 15 മിനിറ്റ് മുമ്പാണ് ആനയെ കൃത്യമായ രീതിയിൽ ഈ കുങ്കിയാനകളുടെ കരുത്തോടു കൂടി ഉള്ള ആ ഒരു കരുത്തിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായി ആനയെ പൂർണ്ണമായും തള്ളിക്കയറ്റിയത്. അവശത പ്രകടിപ്പിക്കുന്നുണ്ട് കൊമ്പൻ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും വേഗത്തിൽ തന്നെ ഇതിനെ ഇവിടെ നിന്നും കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സജ്ജമായിട്ടുണ്ട് ഈ
മറ്റ് ഈ ടീമംഗങ്ങളെല്ലാം തന്നെ സജ്ജമായിട്ടുണ്ട്. RRT സംഘം മാത്രമല്ല, വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ ഇതോടൊപ്പം കർണാടക നിന്നെത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഇവിടെ കേന്ദ്രീകരിച്ച് തന്നെ നിൽക്കുകയാണ്. എന്തായാലും തുടർച്ചയായി ഇന്ന് രാവിലെ മുതൽ തന്നെ ഇന്നത്തെ ദിനം മുഴുവൻ ഈ വാർത്തയുമായി കേന്ദ്രീകരിച്ചായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും ഇതിൻ്റെ ഓരോ ദൃശ്യങ്ങളും ചലനവും നമ്മൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, പ്രേക്ഷകർക്ക് മുമ്പാകെ പങ്കുവെക്കുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ആനയെ കൃത്യമായ രീതിയിൽ തന്നെ ആ ദൗത്യത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ആനയെ സുഗമമായ രീതിയിൽ തന്നെ ലോറിയിലേക്ക് കയറ്റി എത്തിച്ച് ഇരിക്കുന്നു. ഇനി ഇതിനെ വേഗത്തിൽ തന്നെ മുത്തങ്ങ വനമേഖലയിലേക്ക് കൊണ്ടുപോവുക, അവിടെ നിന്നും നേരെ ബന്ദിപ്പൂർ വനത്തിലേക്ക് കൊണ്ടുപോയി അവിടെ ഈ പറഞ്ഞ ഹൂഡി എന്ന് പറയുന്ന പ്രദേശത്ത് ആക്കാനുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ആ ദൗത്യമാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗോകുൽ, സുർജിത്ത്, ഏതായാലും ആനയ്ക്ക് അവശത ഉള്ള സാഹചര്യത്തിലാണ് പ്രാഥമികമായ ചില പരിചരണം അവിടെ ഈ ലോറിയിൽ വെച്ച് തന്നെ നൽകുന്നുണ്ട് എന്ന് തോന്നുന്നു. ദൃശ്യങ്ങളിൽ അത്തരത്തിൽ ചില നടപടികൾ കൂടി കാണുന്നുണ്ടല്ലോ. അതുതന്നെയാണ് കാണുന്നത്. പ്രാഥമികമായ ചില പരിചരണം നൽകേണ്ടതുണ്ട്. അതാണ് നമുക്കിപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത്. എന്തായാലും ആന സുഗമമായ രീതിയിൽ തന്നെ ഈ ഇതിനകത്തേക്ക് കയറി. ആദ്യഘട്ടത്തിൽ ഒരു മടി ഉണ്ടായെങ്കിലും അതിനെ കൃത്യമായ രീതിയിൽ തള്ളിക്കയറ്റാൻ കുങ്കിയാനകൾക്ക് കഴിഞ്ഞു. ഒരു പരിചരണമെല്ലാം തന്നെ പ്രാഥമികമായി നൽകും. അതിനുശേഷം നേരെ കൊണ്ടുപോയി വനത്തിൽ വിടാനുള്ള ശ്രമമാണ് ഇപ്പോൾ വനംവകുപ്പ് നടത്തുന്നത്. ഈ നാഗർഹോളയിൽ നിന്നുള്ള ആ നാഗർഹോള വനമേഖലയല്ല, അതിനോട് ചേർന്നുള്ള ഈ അതിൻ്റെ ഭാഗമായിട്ടുള്ള ബന്ദിപ്പൂർ ടൈഗർ റിസർവിൻ്റെ ഭാഗമായ പ്രദേശത്തേക്കാണ് ഈ ആനയെ വിടാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അത് കർണാടക വനംവകുപ്പിൻ്റെ ആ ഒരു നിർദ്ദേശം പാലിക്കുകയാണ് കേരള വനംവകുപ്പ് ചെയ്യുന്നത്. ആ മേഖലയിലേക്ക് പോവുകയാണ്. എന്തായാലും ജനവാസ മേഖലയിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഈ ആന ഉണ്ടാക്കിയില്ല. കാരണം ആളുകൾക്ക് അപായമോ മറ്റോ ഒന്നും തന്നെ ഉണ്ടായില്ല. അതാണ് ഏറ്റവും ആശാവഹമായ, ഏറ്റവും പ്രതീക്ഷാനിർഭരമായ സംഗതി. അത്തരം വലിയ രീതിയിലുള്ള ആശങ്കകൾക്ക് ആനയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും പക്ഷേ അത് ഒരു തരത്തിലുള്ള അക്രമ സ്വഭാവവും ഒരിടത്തും പ്രകടിപ്പിച്ചിട്ടില്ല. ഏതാനും വാഴകൾക്ക് നാശം സംഭവിച്ചിട്ടുണ്ട്. ഈ പ്രദേശത്തുള്ള ഷാജി എന്ന പേരുള്ള ഒരാളുടെ കൃഷിയാണ് നശിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാഴത്തോട്ടത്തിലാണ് ഇവിടെ ഈ ആന ഏറെ നേരം നിലയുറപ്പിച്ചിട്ടുള്ളത്. ആ ഒരു പ്രശ്നം ഒഴിച്ചാൽ അതിനപ്പുറത്തേക്ക് വലിയ രീതിയിലുള്ള നാശനഷ്ടം ആന ഉണ്ടാക്കിയിട്ടില്ല. ഒരു മനുഷ്യനെ പോലും ഉപദ്രവിക്കാൻ വേണ്ടി തയ്യാറായില്ല. കാരണം രാവിലെ മുതൽ ആളുകൾ പല ഘട്ടങ്ങളിൽ ഈ ആനയുടെ മുമ്പിൽ എത്തുന്നുണ്ട്. മുമ്പിൽ എത്തിയ ശേഷം അവരെ ആക്രമിക്കാനോ മറ്റോ ഒരു തരത്തിലുള്ള കാര്യങ്ങൾക്കും ഈ ആന മുതിർന്നില്ല എന്നുള്ളത് ആശ്വാസകരമായ വസ്തുതയാണ്. എന്തായാലും ഇതിനുശേഷമാണ് ജനനിബിഡമായ പ്രദേശമാണ് മാനന്തവാടി നഗരം. ആ മാനന്തവാടി നഗരത്തിൽ എത്തിയിട്ട് പോലും ഒരാളെയും ആക്രമിക്കാനോ മറ്റോ ഈ ആന മുതിർന്നില്ല. ഇതിനുശേഷം ഈ കൊല്ലിയിലേക്ക് ആനയെ എത്തിക്കുകയും കൊല്ലിയിൽ വെച്ച് സുരക്ഷിതമായ രീതിയിൽ തന്നെ ആനയെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മയക്കുവെടി ഉതിർത്ത ശേഷം ഇതിനെ കയറ്റി കൊണ്ടുപോകാൻ കഴിഞ്ഞിരിക്കുകയാണ്. അത് കയറ്റിയിരിക്കുകയാണ്. വടം ഉപയോഗിച്ച് ഇപ്പോൾ ബന്ധിപ്പിക്കുന്നു. പാപ്പാന്മാർ അതിന് വടം ഉപയോഗിച്ച് കെട്ടുന്ന ആ ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് കെട്ടിയ ശേഷം ഇതിനെ കൃത്യമായ രീതിയിൽ തന്നെ അതിൻ്റെ പിറകിൽ തന്നെ ഉണ്ടാകും ഈ വനംവകുപ്പ് RRT സംഘവും ഉദ്യോഗസ്ഥരും. കാരണം ഈ ആന ഏതെങ്കിലും ഘട്ടത്തിൽ അക്രമ സ്വഭാവം കാണിക്കുകയാണെങ്കിൽ കൂടുതൽ ബൂസ്റ്റർ ഡോസുകൾ നൽകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. ആ ബൂസ്റ്റർ ഡോസുകൾ നൽകേണ്ട സാഹചര്യം ഉണ്ടായി വരും. അതിൻ്റെ ഭാഗമായാണ് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ നിൽക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും അതിന് പിറകിലായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സജ്ജമായി തന്നെ ഉണ്ടാകും. മുത്തങ്ങ വഴി നേരെ ബന്ദിപ്പൂർ വനമേഖലയിലേക്ക് ആനയെ എത്തിക്കും. എന്തായാലും ആ ദൗത്യം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. രാവിലെ മുതൽ തുടങ്ങിയ ശ്രമകരമായ ദൗത്യം, ആളുകളുടെ ആശങ്ക, അതിനെല്ലാം തന്നെ പരിഹാരം ഉണ്ടാകുന്നു. ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ജനസാന്ദ്രത കൂടിയ ഒരു നഗരം കൂടിയാണ്. ആ നഗരത്തിലാണ് ഇത്തരത്തിൽ ഒരു കാട്ടാനയുടെ സാന്നിധ്യം ഉണ്ടാകുന്നത്. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് സമാനമായ രീതിയിൽ 1992 ഏറ്റവും ഒടുവിൽ ഇങ്ങനെ കാട്ടാന ഇറങ്ങിയ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളതായി ആളുകൾ പറയുന്നത്. അതിനുശേഷം ഇത്രയും ദീർഘകാലത്തിനിടയ്ക്ക് ഇങ്ങനെ ആനകളുടെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ കരടി കഴിഞ്ഞ ദിവസം ഈ എടവക പഞ്ചായത്തിലേക്കെല്ലാം പോയത് ഈ മാനന്തവാടി നഗരസഭയിലൂടെ തന്നെ കടന്നു പോവുകയാണ് ഉണ്ടായത്. ആന ഇറങ്ങുന്നത് അങ്ങനെ ഉണ്ടാകാറില്ല എന്നുള്ളത് തന്നെയാണ് ഈ പ്രദേശത്തുള്ള ആളുകളെല്ലാം തന്നെ പറയുന്നത്. പക്ഷേ ആനയും ഇറങ്ങി ആളുകളെ അലോസരപ്പെടുത്താതെ, വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കാതെ, ആളുകളെ ആക്രമിക്കാതെ ആന ഇപ്പോൾ കീഴടങ്ങിയിരിക്കുന്നു. മയക്കുവെടിക്ക് മുന്നിൽ കീഴടങ്ങിയിരിക്കുന്നു. കുങ്കിയാനകൾക്ക് മുന്നിൽ കീഴടങ്ങിയിരിക്കുന്നു. ആനയെ സുരക്ഷിതമായ രീതിയിൽ തന്നെ ഈ ഇതിനകത്തേക്ക് ആനിമൽ ആംബുലൻസിനകത്തേക്ക്, എലിഫൻ്റ് ആംബുലൻസിനകത്തേക്ക് കയറ്റിയിരിക്കുന്നു. പ്രത്യേകം സജ്ജമാക്കിയ ലോറിയാണിത്. ആ ലോറിയിൽ ആനയെ ഇനി
പതുക്കെ പതുക്കെ ഇവിടെ നിന്നും കൊണ്ടുപോകാനുള്ള ആ ഒരു ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിരവധി ആളുകൾ ഇത് വീക്ഷിക്കാൻ വേണ്ടി ഈ പ്രദേശത്തിന് ചുറ്റുവട്ടത്തും, അതായത് ഒരു കുന്നിൻപുറമാണ്, ആ കുന്നിൻപുറത്തെല്ലാം ഉയർന്ന കെട്ടിടങ്ങൾക്ക് മുകളിലെല്ലാം തന്നെ ആളുകൾ ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് കാണാൻ വേണ്ടി ഇങ്ങനെ കാത്തുകാത്ത് അക്ഷമരായി നിൽക്കുകയായിരുന്നു. ഇപ്പോൾ ശരിക്കും ആളുകളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ആശ്വാസം നിലനിൽക്കുന്നു. ഈ മേഖല എന്ന് പറയുന്നത് അത്രമാത്രം ജലസാന്ദ്രതയുള്ള മേഖലയാണ്. ആ മേഖലയിലാണ് ഇത്തരം സംഭവങ്ങൾ ഒന്നുണ്ടായതെന്ന് ഒരു ദിനം പൂർണ്ണമായും ഈ മാനന്തവാടി സ്തംഭിക്കുന്ന നിലയിലായിരുന്നു കാര്യങ്ങൾ. രാവിലെ തന്നെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. സ്കൂളിലെത്തിയ കുട്ടികൾ അവർക്ക് പുറത്തേക്ക് പോകാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടായി. സ്കൂളിലേക്ക് കുട്ടികൾ വരാത്ത കുട്ടികളോട് വരണ്ട എന്നുള്ള നിർദ്ദേശം നൽകി. ഏറെ പ്രതിസന്ധികൾ സൃഷ്ടിച്ച ശേഷമാണ് അങ്ങനെ വലിയ ആശങ്കയ്ക്കൊടുവിലാണ് തണ്ണീർക്കൊമ്പൻ മിഷൻ വിജയം കാണുന്നത്. തണ്ണീർക്കൊമ്പനെ അങ്ങനെ ലോറിയിൽ കയറ്റിയിരിക്കുന്നു. ഇനി ബന്ദിപ്പൂർ വനമേഖലയിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ തുറന്നുവിടും. നിലവിൽ ആനയെ ലോറിയിൽ കയറ്റി ബന്ധിച്ചിരിക്കുന്നു. 5:35 മയക്കുവെടി കൊണ്ടതാണ്. അതിനുശേഷം വലിയ ദൗത്യത്തിന്റെ ശ്രമകരമായ ഭാഗമായിരുന്നു ആനയെ ലോറിയിൽ കയറ്റുന്നത്. കുങ്കിയാനകളുടെ മികവിൽ RRT സംഘത്തിന്റെ പരിചയസമ്പന്നത അല്ലെങ്കിൽ പരിചയസമ്പത്ത് ഒരിക്കൽ കൂടി വെളിവാകുന്നു. നാലാമതൊരു കൊമ്പനെ കൂടി കേരളത്തിന്റെ വയനാട്ടിലെ RRT സംഘം അങ്ങനെ ലോറിയിൽ കയറ്റുന്നു. സുരക്ഷിതമായ ഇടത്തേക്ക് ആനയെ മാറ്റുന്നു. ആളുകൾക്ക് ആശ്വാസം. മാനന്തവാടിയിലെ ജനങ്ങൾക്ക് സുഖമായി ഉറങ്ങാവുന്ന, സമാധാനത്തോടുകൂടി ഉറങ്ങാവുന്ന ഒരു സാഹചര്യം എത്തുന്നു. ചെറിയൊരിടവേള, അതിനുശേഷം ദൃശ്യങ്ങളിലേക്ക് തിരികെ എത്താം.